ഭയന്ന് വിറച്ച് വീണ ഇനി മണിക്കൂറുകൾ. CMRന് എതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന് ഇന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഈ സിംഗിൾ ബെഞ്ച് വിധിയോടുകൂടി വലിയ നാടകീയ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. ഏത് നിമിഷവും വീണ വിജയനുമേൽ സമൻസ് വന്നു വീഴാം. വീണ വിജയന് സമൻസ് അയക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ED പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇന്നലെ രാത്രി ED ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീൻ കൊച്ചിയിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ EDയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആ യോഗത്തിന്റെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, എത്രയും വേഗം വീണ വിജയനെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് EDയുടെ മുന്നിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നീക്കം. അത് ED നടത്തിയേക്കും. കാരണം ഇന്ന് വെള്ളിയാഴ്ച ഏതാണ്ട് തീരാറായി, നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ കോടതി അവധിയാണ്. അതുകൊണ്ട് അത്രയും സമയം കാത്തിരിക്കാൻ ED തയ്യാറാകുന്നില്ല. ഒരു പക്ഷേ എങ്കിൽ വീണയ്ക്ക് ഉടൻ തന്നെ സമൻസ് കിട്ടും. വീണയെ വിളിച്ച് ചോദ്യം ചെയ്യും. കസ്റ്റഡിയിലുള്ള മൊഴിയാണ് EDയുടെ നിയമപ്രകാരം തെളിവ്. ഈ വീണ എന്തു പറഞ്ഞാലും അക്കാര്യത്തിൽ വീണയ്ക്ക് എതിരായിട്ടുള്ള മൊഴിയാണ് ഒരുപക്ഷെ വീണയുടെ വായിൽ നിന്ന് വീഴുന്നെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. അങ്ങനെയാണ് EDയുടെ കേസന്വേഷണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. സമൻസ് അയച്ച് വിളിക്കുന്നു, മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നു, ഒടുവിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നു. അതേ നടപടിക്രമങ്ങൾ തന്നെയാകണം ഒരുപക്ഷെ വീണ വിജയനെ മുന്നിലും ED സ്വീകരിക്കാനുള്ള സാധ്യത. എത്രയും പെട്ടെന്ന് സമൻസ് അയച്ച് വീണയെ വിളിച്ചു വരുത്തുക. 2,78,00,000 രൂപയുടെ കണക്ക് കാണിക്കാൻ പറയുന്നു. എവിടെ നിന്ന് വന്നതാണ്, എന്ത് സേവനമാണ് നൽകിയത്, CMRന് എന്ത് സേവനം നൽകിയിട്ടാണ് ഈ 2,78,00,000 രൂപ വീണ കൈപ്പറ്റിയത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ് വീണയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടേണ്ടത്. ആ മൊഴി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങും വീണ. എന്നേക്കുമായി ഒരുപക്ഷെ അകത്തു പോകാനും മതി. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ED ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന സൂചന. ഇത് തന്നെയായാലും EDയുടെ നീക്കങ്ങളെ വളരെ ജാഗ്രതയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ കാണുന്നത്. തൻ്റെ വീട്ടിലേക്ക് വീണ്ടും ED കയറുമെന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ നിൽക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ED വന്നപ്പോൾ ഇരച്ചെത്തിയ സഖാക്കൾ ഇനി അത്തരത്തിൽ ഇരച്ചെത്തില്ല എന്ന് പിണറായി വിജയന് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം സഖാക്കൾ തന്നെ കഴിഞ്ഞ തവണ തിരിച്ചറിഞ്ഞിരുന്നു തങ്ങൾ എത്തിയത് പിണറായി വിജയന് വേണ്ടിയല്ല, 26 വർഷം പാർട്ടി നയിച്ച 10 വർഷം തുടർഭരണമുണ്ടാക്കിയ PB അംഗമായിട്ടുള്ള പിണറായി വിജയന് വേണ്ടിയിട്ടല്ല തങ്ങൾ ഇപ്പോൾ ജയിലിൽ പോകുന്നത്, മറിച്ച് വീണയ്ക്ക് വേണ്ടി പ്രതിരോധം തീർത്തതാണ് തങ്ങൾ ജയിലിൽ പോകാൻ കാരണമെന്ന്, തങ്ങൾ കേസും നൂലാമലകളിൽ പെട്ടുപോയതിന് കാരണമെന്ന് സഖാക്കൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും ED പിണറായി വിജയന്റെ വീട്ടിൽ കയറിയാൽ സഖാക്കൾ പഴയതുപോലെ വരാനുള്ള സാധ്യത കുറവാണ്. അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് തങ്ങൾ ജയിലിൽ വെറുതെ പോയി വീണയ്ക്ക് വേണ്ടി കിടക്കുന്നത്. SFI അംഗമല്ലാത്ത, DYFI അല്ലാത്ത, CPM അംഗമല്ലാത്ത ഈ വീണ വിജയന് വേണ്ടി എന്തിനാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇടിമേടിക്കുന്നത്, എന്തിനാണ് താങ്കൾ ജാമ്യമില്ലാതെ എന്നേക്കുമായി അകത്തുപോയി കിടക്കുന്നത് എന്ന് സഖാക്കൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും ED ഈ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക് കയറി വന്നാൽ പഴയതുപോലുള്ള പ്രതിരോധം ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പഴയതുപോലെ സഖാക്കൾ വീണയ്ക്ക് വേണ്ടി ജയിലിൽ കിടക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ 26 പേരാണ് പുറം ലോകം കാണാനാവാതെ തിരുവനന്തപുരത്ത് ജയിലിൽ കഴിയുന്നത്. വീണയ്ക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ ഇറങ്ങിയ പാവപ്പെട്ട സഖാക്കളാണ് ഇപ്പോൾ 26 സഖാക്കളാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. ബാക്കിയുള്ളവരെ പൊക്കാനുള്ള നടപടി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് സഖാക്കളെ ഓരോരുത്തരെയായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഖാക്കളെ ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ED പിണറായി വിജയന്റെ വീട്ടിലേക്ക് വന്നാൽ അല്ലെങ്കിൽ വീണയ്ക്ക് വേണ്ടി സമൻസ് അയച്ചാൽ സഖാക്കൾ പഴയതുപോലെ
തെരുവിലിറങ്ങാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് പിണറായി വിജയൻ പരാജയപ്പെടുന്നത്. കാരണം അദ്ദേഹം തൻ്റെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണത്തെ പാർട്ടിയെ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പാവപ്പെട്ട സഖാക്കൾ അകത്തായി. മറ്റ് സഖാക്കൾക്ക് കാര്യങ്ങൾ അല്പം താമസിച്ചാണെങ്കിലും മനസ്സിലായി തങ്ങൾ വെറുതെ ഈ പറയുന്നത് പോലെ കേസിലും നൂലാമാലകളിലും കുരുങ്ങുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ടല്ല, മറിച്ച് വീണ വിജയന് വേണ്ടിയിട്ടാണ്. കൊല്ലത്തെ ഏരിയ കമ്മിറ്റിയിൽ അത്തരത്തിലുള്ള രൂക്ഷമായ പരാമർശം വന്നു തുടങ്ങി. എന്തിനാണ് സഖാക്കൾ വീണയ്ക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കൊല്ലത്തെ ഏരിയ കമ്മിറ്റി ചോദിച്ചത്. അത്തരത്തിൽ സഖാക്കൾ ഓരോരുത്തരും ചോദിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട 26 സഖാക്കൾ ജാമ്യമില്ലാതെ? ഇനി എന്ത് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം ED ആക്രമിച്ച കേസ് രാജ്യദ്രോഹ കേസാണെന്ന് കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യദ്രോഹ കേസിലാണ് ഇപ്പോൾ ഈ പാവപ്പെട്ട സഖാക്കൾ കിടക്കുന്നത് ED ആക്രമിച്ചതിന്റെ പേരിൽ. ഇനി അത്തരമൊരു പ്രതിരോധം ഉണ്ടാവില്ല. കാരണം വീണയ്ക്ക് മേൽ നേരത്തെ തന്നെ നിയമ തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. കാരണം CMRL എതിരായിട്ടുള്ള ഒരു തടസ്സം മാത്രമാണ് ഉണ്ടായിരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചപ്പോഴാണ് ഇന്നത്തേക്ക് വിധി പറയാനായി മാറ്റിയത്. അങ്ങനെ ജസ്റ്റിസുമാരായിട്ടുള്ള രാജ വിജയരാഘവനും V ജയകുമാറും അടങ്ങുന്ന ബെഞ്ചാണ് പറഞ്ഞത് കരിമണൽ കർത്താക്കെതിരെയും CMRLനെതിരെയുമുള്ള നടപടികളുമായി മുന്നോട്ടു പോകാം, തടസ്സമില്ല. നേരത്തെ തന്നെ വീണയ്ക്കെതിരായിട്ട് യാതൊരു തരത്തിലെ തടസ്സവുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വിധിക്ക് വേണ്ടി അവർ ഒരാഴ്ചയോളം കാത്തിരുന്നു. ഇനി അവർക്ക് EDക്ക് ഒന്നും നോക്കാനില്ല. അന്വേഷണമല്ല ഇനി നടക്കുന്നത്, നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 2,78,00,000 രൂപ വീണ കൈപ്പറ്റിയത് അഴിമതി പണമാണെങ്കിൽ, അങ്ങനെയെങ്കിൽ പിണറായി വിജയനിലേക്കും അന്വേഷണം നീളുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീണയ്ക്ക് ഇതിന്റെ തെളിവ് ഹാജരാക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് സേവനമാണ് താൻ നൽകിയത് എന്ന് വീണയ്ക്ക് EDയുടെ മുന്നിൽ കൃത്യമായി വിശദീകരിക്കാൻ കഴിയില്ലെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് ആ കേസന്വേഷണം മാറും. കാരണം ഇത് പിണറായി വിജയൻ 10 വർഷം ഭരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള അഴിമതി പണമാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് ED കടക്കുമ്പോൾ അടുത്ത കുന്തമുന നീളുന്നത് പിണറായി വിജയനു മേലാണ്. പിണറായി വിജയനു മേലാണ് നിയമക്കുരുക്ക് വീണ്ടും മുറുകാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് അഴിമതി പണമാണെങ്കിൽ പിണറായി വിജയനെ അകത്താക്കാൻ ED എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ED ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ടെത്തി ഈ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പിണറായി വിജയൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിക്കട്ടെ എന്ന് പലതവണ വെല്ലുവിളിച്ച പിണറായി വിജയൻ ഒരുപക്ഷെ വീണ വിജയൻ EDയുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇത് അഴിമതി പണമാണ്, അച്ഛനുണ്ടാക്കിയ പണമാണ് എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം അതാ ED പിണറായി വിജയനെ പൊക്കി അകത്തിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴും സഖാക്കൾ ഒരുപക്ഷെ പ്രതിരോധവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയില്ല. കാരണം അവരുടെ മുൻ അനുഭവം നിൽക്കുന്നുണ്ട്. EDയെ പ്രതിരോധിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമായി മാറുമെന്നുള്ള തെളിവ്, അവരുടെ അനുഭവം അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് പഴയതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി സഖാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് EDയെ ആക്രമിക്കുന്ന പരിപാടി ഇനി നടക്കില്ല. അഴിമതി പണമാണെന്ന് ബോധ്യപ്പെട്ടാൽ ED പിണറായി വിജയന്റെ വീട്ടിൽ വീണ്ടും കയറും. അദ്ദേഹത്തിന് എതിരായി നടപടി ഉണ്ടായാൽ കേരളം പഴയതുപോലെ കത്തുകയൊന്നുമില്ല. സഖാക്കൾക്ക് ബോധമുണ്ട്. കാരണം അവരുടെ അനുഭവം അതാണ്. 300 സഖാക്കൾക്കെതിരെയാണ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നത് SIT സംഘം. ഒരുപക്ഷെ SIT സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ അതാ വരുന്നു CBI അല്ലെങ്കിൽ വിജിലൻസ് ഈ കേസ് ഏറ്റെടുക്കും. എന്ന് തന്നെയായാലും വീണ വിജയന്റെ ഈ 2,78,00,000 രൂപ എങ്ങനെ വന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി വീണ വിജയന് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അഴിമതി പണമായി കാണുകയും അങ്ങനെ ആ അഴിമതി പണത്തിന്റെ ഉത്തരവാദി പിണറായി വിജയൻ എന്ന് ED കണ്ടെത്തുകയും ചെയ്താൽ പിണറായി വിജയന് പിന്നീട് നിൽക്കക്കള്ളി ഉണ്ടാവില്ല. സഖാക്കൾ പഴയതുപോലെ തെരുവിലിറങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.